ആ പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലി. അടുത്ത വരി എന്താണ്? ഭാഗ്യമുള്ളോവർ ഇതിനെ പേടിച്ചോവാർ. ഈ ഗ്രന്ഥം, ഈ രചനയുണ്ടായിട്ട് 400-ലേറെ കൊല്ലങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. തുഞ്ചത്ത് ആധ്യാത്മിക രാമായണം രചിക്കുന്ന കാലഗണന 1607-ലാണ് മുഹിയുദ്ദീൻ മാല രചിക്കപ്പെടുന്നതെങ്കിൽ 410-ലേറെ കൊല്ലം കഴിഞ്ഞുപോയി സഹോദരന്മാരെ. ആധുനിക മലയാളമല്ല, പോസ്റ്റ് മോഡേൺ മലയാള സാഹിത്യമല്ല ഇത്. 400-ലേറെ കൊല്ലം മുമ്പ് എഴുതിയ രചനയിലാണ്. പാലിലെ വെണ്ണ പോൽ നോക്കിയെടുത്തോവാർ. അതായത് പാലിലാണ് വെണ്ണയുള്ളത്, അല്ലേ? വെണ്ണ പ്രത്യേക ഒരു സാധനമല്ല, പാലിൽ നിന്ന് കടഞ്ഞെടുക്കുന്നതാണ്. റൈറ്റ്? അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയല്ലേ? നോക്കിയെടുത്തോവാർ. അതായത് കൃത്യമായ സോഴ്സുകളിൽ നിന്നാണ്, അന്വേഷണത്തിന്റെ ആത്മയാനങ്ങൾ തുഴഞ്ഞുകൊണ്ടാണ് ഈ വരികളുടെ ആശയങ്ങളെ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. എന്റെ തോന്നലുകളല്ല. പാൽ എന്നിവിടെ പ്രയോഗിച്ചത് ബഹ്ജയെ പോലെയുള്ള, തക്മിലയെ പോലെയുള്ള മഹാഗ്രന്ഥങ്ങളെയാണ്. ആ പാലിൽ നിന്ന് വെണ്ണയാർന്ന ആശയങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഭാഗ്യമുള്ളോവർ ഇതിനെ പാടിച്ചോവാർ. എല്ലാവർക്കും ആ ഭാഗ്യം ലഭിക്കണമെന്നില്ല എന്ന സൂചനയാണ് ഖാലി മുഹമ്മദ് തങ്ങൾ ഈ വരികളിലൂടെ പറയാതെ പറഞ്ഞു വെക്കുന്നത്. എല്ലാവർക്കും ഭാഗ്യം കിട്ടണമെന്നില്ല. ഓരോ വരികളിലും അനന്തമായ ആശയങ്ങളാണ് മുഹിയുദ്ദീൻ മാല രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബാവാമുദ്ഗീന്ന് പാടൂ. അത്തിപ്പറ്റ ഉസ്താദിന്റെ ഹളറത്താണ് ഇവിടെ. മുഹിയുദ്ദീൻ മാലയുടെ ആത്മഗീതം ശബ്ദമായി മുഴങ്ങട്ടെ. ബാവാമുദ്ഗീന്ന് കുത്തുബായി വന്നോവാർ വാനമദളിലും കേളിമികന്തോവാർ. ഉപ്പയുടെ മുതുകിൽ നിന്ന് ഞാൻ കുത്തുബായി വന്നയാളാണ്. അപ്പൊ കുറെ ആൾക്കാർ സംശയം, അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മൾ തന്നെ ചില ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ട്, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു തെരഞ്ഞെടുക്കുന്ന ആളാണ്, വലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഭാഗികമായി തെറ്റാണ് ആ പ്രയോഗം. ഔലിയാക്കന്മാരൊരു ബഹറ, അതിനെക്കുറിച്ച് പറയാൻ പറ്റിയ ഒരാളൊന്നുമല്ല ഞാൻ. മഹാസാഗരത്തിൽ ഒരു സൂചി കൊണ്ടൊന്ന് കുത്തി കയ്യിലേക്കിടാൻ ഒരു ശ്രമം നടത്തിയിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെ പറയാൻ? ഉപ്പയുടെ മുതുകിൽ നിന്ന് കുത്തുബായി വന്നതാണ് ആളാണ് ഞാൻ. അങ്ങനെ വരാൻ പറ്റുമോ എന്ന് സംശയം ഉണ്ടാവും. സൂറത്ത് മറിയം ഉദ്ധരിക്കുന്നുണ്ട്. മുഹിയുദ്ദീൻ മാല ഖുർആൻ കൊണ്ട് തെളിയിക്കപ്പെടാൻ കഴിയുന്നതാണ്, ഹദീസ് കൊണ്ട് സ്ഥാപിക്കപ്പെടാൻ കഴിയുന്നതാണ്. ഈസാ റൂഹുല്ലാഹ് അലൈഹിസ്സലാമയെ പ്രസവിച്ച സന്ദർഭം ഞാൻ ചരിത്രം പറയുന്നില്ല. പിതാവില്ലാതെ ജനിച്ചപ്പോൾ മറിയം ബീവി ആക്ഷേപങ്ങൾ കേട്ടപ്പോൾ മറിയം ബീവി തൊട്ടിലിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു, ആ കുഞ്ഞിനോട് നിങ്ങൾ ചോദിക്ക് ആരാണ് വാപ്പയെന്ന്. ആളുകൾ ചോദിച്ചു, മറിയമേ, തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞെങ്ങനെ സംസാരിക്കാനാണ് മറിയമേ? എങ്ങനെയാണ് കുഞ്ഞ് സംസാരിക്കുക? ചോദിക്കൂ നിങ്ങൾ. അവർ ചോദിച്ചു, കുട്ടി, നിന്റെ ഉപ്പയാരാണ്? അപ്പൊ എന്താണ് ഈസാ റൂഹുല്ലാഹി അലൈഹിസ്സലാം പറയുന്നത്? ഇന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്. ആതാനിയൽ കിതാബ്, എനിക്ക് ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. വജഅലനി നബിയാ, എന്നെ അല്ലാഹു നബിയാക്കിയിട്ടുണ്ട്. എന്നാക്കിയത്? ഈസാ നബിക്ക് എന്നാണ് നുബുവത്ത് കിട്ടിയത്? തൊട്ടിൽ കിടക്കുമ്പോ പറയാം വജഅലനി നബിയാ. അറബി ഭാഷ അറിയുന്നവർക്കറിയാം, അവിടെ ജഅല ഇറ്റ്സ് എ പാസ്റ്റ് ടെൻസ്, ഭൂതകാല ക്രിയയാണ്. എന്നെ നബി ആക്കും എന്നല്ല, ആക്കി. എപ്പോ? ആര്? എവിടെ വെച്ച്? ആലമുൽ അർവാഹിൽ വെച്ചാക്കിയിട്ടുണ്ട്. ഉപ്പയുടെ മുതുകിന്റെയും അപ്പുറമുള്ള ആത്മാവുകളുടെ ലോകത്ത് വെച്ചാക്കിയിട്ടുണ്ട്. പിന്നെയാണ് ഇഞ്ചീൽ കിട്ടുന്നത്.
ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ ലബ്ബൈക് അല്ലാഹ് ലബ്ബൈക് എന്ന് പറയാറുണ്ട്. ഇഹ്റാം കെട്ടിയാൽ അല്ലാഹുവേ ഞാനിതാ വരുന്നു. ആരെ വിളിച്ച്? ഹജ്ജ് ഗ്രൂപ്പോ? ആരെ നമ്മൾ വിളിച്ചത്? ഹജ്ജ് ഗ്രൂപ്പോ? സൗദി ഗവൺമെന്റോ? 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഖുബൈസ് എന്ന പർവ്വതത്തിന്റെ ഉച്ചിയിൽ കയറി മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം വിളിച്ചതാണ് വഅദ്ദിൻ ഫിന്നാസ് ബിൽ ഹജ്ജ്. വിളിക്കൂ ഇബ്രാഹിമെ ഹജ്ജിന്. അള്ളാഹു പറഞ്ഞപ്പോൾ 4000 കൊല്ലം മുമ്പ് ഇബ്രാഹിം നബി വിളിച്ചതാ. അപ്പൊ ഞാനെവിടെ? നിങ്ങളെവിടെ? ആലമുൽ അർവാഹിലാണ്, ആത്മാവുകളുടെ ലോകത്താണ്. ആത്മാവിന്റെ ലോകത്ത് അനന്തതയാണ്, അവിടെ പരിധികളില്ല. ഇപ്പോ എന്നെ ഇവിടെ ഒരു കുഴി കുത്തി മറവ് ചെയ്താൽ ഈ സംസാരം എനിക്ക് കേൾക്കാൻ പറ്റില്ല. പറ്റുമോ മുഅ്മിനീങ്ങളെ? പറ്റുമോ ഇഖ്വാനിങ്ങളെ? പറയുന്നു. നിങ്ങൾക്ക് സംശയമായി. ഇന്നിപ്പോ ഇവിടെ ജീവനോടെ മറവ് ചെയ്താൽ എനിക്ക് സംസാരം കേൾക്കുവോ? സംശയം ഉണ്ടല്ലേ? എന്നൊരു കുഴി വെട്ടാ. നമുക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ കേൾക്കും. ഇദാ മാതൽ ഇൻസാൻ ഇദാ വുളിഅ ഫീ ഖബരി വതവല്ല അൻഹു അസ്ഹാബു ലയസ്മഉ ഖർഅന അലൈഹിം. ചെരുപ്പിന്റെ ശബ്ദം കേൾക്കും. നമ്മൾ അത്തിപ്പറ്റ ഉസ്താദ് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ അറിഞ്ഞതുപോലെ കാട്ടിലും 10 മടങ്ങ് ഇപ്പോൾ ആ ഖബറു ഷരീഫിൽ കിടന്ന് നമ്മൾ കാണുന്നുണ്ട് ശൈഖുന. അള്ളാഹു നമുക്ക് അവരുടെ മദദ് നൽകട്ടെ. അപ്പൊ ആത്മാവുടെ ലോകത്ത് ഒരാളെ കുത്തുബാക്കുന്നതിനോ പ്രവാചകനാക്കുന്നതിനോ കുഴപ്പമില്ല. ഒരു മുസ്ലിയാർ പ്രസംഗിച്ചു, 39 വയസ്സ് വരെ സാധാരണക്കാരനായ അറബിയായിരുന്നു പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന്. 40ാമത്തെ നുബുവത്ത് കിട്ടിയപ്പോഴാണ് ആളു മഹാനായതെന്ന് തലേക്കെട്ടുള്ള ഒരു മുസ്ലിയാർ പ്രസംഗിച്ചു. അന നബിയുൻ ആദം ബൈനൽ മാഇ വത്തീൻ. ആദം മണ്ണിന്റെയും വെള്ളത്തിന്റെയും മധ്യ കിടക്കുമ്പോൾ സൃഷ്ടിപ്പിന്റെ മുമ്പ് ഞാൻ പ്രവാചകനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ബവമുദഗീന ഖുതുബായി വന്നോവർ വാനാമദലീലും കേളി മികന്തോവ. അതുകൊണ്ടാണ് അവിടുന്ന് ഖുതുബായിട്ട് തന്നെയാണ് വന്നത്. ഔലിയാക്കന്മാർ പലതരത്തിലാവും. ഒരുപാട് പാപം ചെയ്ത് പിന്നീട് ഒരു സ്പാർക്കിങ്ങിലൂടെ നല്ല ആളായി മാറിയ ഒട്ടേറെ മശായിഖന്മാരുണ്ടായിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ നന്നായി ജീവിച്ച് നന്നായി മരിച്ച മശായിഖന്മാരുണ്ടായിട്ടുണ്ട്. അതൊരു ബഹറാണ്.